പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞ വചനം നമുക്ക് ധ്യാനിക്കാം. എൻ്റെ ഹൃദയം അധ്വാനിക്കുന്നവർക്കും ഭാരം വഹിക്കുന്നവർക്കുമുള്ള ഹൃദയമാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ വേദനിക്കുന്നവരും വിഷമിക്കുന്നവരും അസ്വസ്ഥതകളിലൂടെയും ആകുലതകളിലൂടെയും സഞ്ചരിക്കുന്നവരും ഏതെങ്കിലും തരത്തിലൊക്കെ അവഗണനയുടെയും ആകുലതയുടെയും ലോകത്ത് ജീവിക്കുന്നവർക്കും ഒളിച്ചിരിക്കാനുള്ള, കയറിച്ചെല്ലാനുള്ള ഒരിടമാണ് ഈശോയുടെ തിരുഹൃദയം. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്, നമ്മളൊക്കെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരുമായി വഴക്ക് കൂടുമ്പോൾ ആദ്യം പറയുന്ന വാചകം നിങ്ങൾക്കറിയാലോ. എല്ലാവരും വഴക്ക് കൂടുമ്പോൾ ആദ്യം പറയുന്ന വാചകമാണ്, അല്ലെങ്കിലും നിങ്ങൾക്കൊന്നും എന്നെ മനസ്സിലാവില്ല. അതാണ് ആത്യന്തികമായിട്ടുള്ള ഡയലോഗ്. അമ്മയ്ക്ക് എന്നെ മനസ്സിലാവില്ല, അപ്പൻ എന്നെ പിടികിട്ടൂല, നിനക്ക് എന്നെ ഒരു കാലത്തും തിരിച്ചറിയൂല, എൻ്റെ മനസ്സറിഞ്ഞെങ്കിൽ നീ ഇങ്ങനെയൊന്നും എന്നോട് പെരുമാറില്ലായിരുന്നു. നമ്മളെപ്പോഴും പരിഭവിക്കുന്ന ഒരു കാര്യം അത്. ഒറ്റ ദുഃഖമേ ഉള്ളൂ ജീവിതത്തിൽ, ഒറ്റ ദുഃഖമേ ഉള്ളൂ, അത് ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളതാണ്. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം. എനിക്ക് ആരുമില്ല, എനിക്ക് കയറിക്കിടക്കാൻ ഒരിടമില്ല, എന്നെ മനസ്സിലാക്കുന്നവരാരുമില്ല എന്നൊക്കെയുള്ള ചിന്തയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നിരാശയിലേക്കും വേദനയിലേക്കും തള്ളിയിടുന്നത്. അവിടെയാണ് ഈശോയുടെ വചനത്തിൻ്റെ സൗന്ദര്യം നമ്മൾ ധ്യാനിക്കേണ്ടത്. എൻ്റെ ഹൃദയത്തിലേക്ക് വാ, അവിടെ എല്ലാവർക്കും ഇടമുണ്ട്, പ്രത്യേകിച്ച് ആരുമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നോ? കർത്താവെ, എനിക്ക് വേണ്ടി തുറന്നിട്ടിട്ടുള്ള ഒരു ഹൃദയം നിന്നിലുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് നീ എനിക്ക് തരണം. ഒന്നിനെക്കുറിച്ചും ആരെക്കുറിച്ചും പരാതിപ്പെടാതെ പരിഭവിക്കാതെ എനിക്ക് ഒളിച്ചിരിക്കാനുള്ള ഇടത്ത് ഒളിച്ചിരിക്കാനും നിന്റെ സ്നേഹത്തിൻ്റെ മാധുര്യം ആവോളം ആസ്വദിക്കാനും നീ എന്നെ അനുവദിച്ച് അനുഗ്രഹിക്കണം. ഇത് വളരെ ഗൗരവമുള്ളൊരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ പലപ്പോഴും നിരാശപ്പെടും, നമുക്ക് പലപ്പോഴും പിടിവിട്ടുപോകും, നമ്മൾ ആവശ്യമില്ലാത്ത സ്നേഹബന്ധങ്ങളിലേക്കും പ്രണയബന്ധങ്ങളിലേക്കുമൊക്കെ തെന്നിമാറും, അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടും. എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കണത്? എനിക്ക് കയറിക്കിടക്കാൻ, എനിക്ക് ഒളിച്ചിരിക്കാൻ, എന്നെ മനസ്സിലാക്കാൻ ഒരു ഹൃദയമില്ല എന്ന പൈശാചിക പ്രലോഭനം അതിന് നമ്മൾ കീഴ്പ്പെടുമ്പോഴാണ്. അതുകൊണ്ട് പ്രഥമത അച്ഛൻ ഓർമ്മിപ്പിക്കാനുള്ളത്, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനും ആസ്വദിക്കാനും പറ്റണം. ആ സ്നേഹം ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒട്ടേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രലോഭനങ്ങളും അതിജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഇടറിപ്പോകുന്നവർ ഓർക്കുക, അനാവശ്യമായ സൗഹൃദങ്ങളിലേക്കും കൂട്ടുകെട്ടുകളിലേക്കും തെന്നിപ്പോകുന്നവർ ജാഗ്രതപ്പെടുക. നിന്നെ കാത്തിരിക്കുന്ന, നിന്നെ വല്ലാണ്ട് സ്നേഹിക്കുന്ന, നിനക്ക് കയറിക്കിടക്കാനും ഒളിച്ചിരിക്കാനും തുറന്നിട്ടിരിക്കുന്ന ഒരു ഹൃദയം, നമ്മുടെ കർത്താവിൻ്റെ പൊന്നു ഹൃദയം നമുക്കുണ്ട് എന്നുള്ള സത്യം. രണ്ടാമത്തെ കാര്യം അച്ഛനെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഈശോയുടെ തിരുഹൃദയ ജപമാലയിൽ നമ്മൾ ചെല്ലുന്നൊരു പ്രാർത്ഥനയാണ്. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെയാക്കണേ, നിന്റെ തിരുഹൃദയത്തിന് ഒത്തതാക്കി തീർക്കണേ. പഴയ മലയാളം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ ഹൃദയം നിന്റെ തിരുഹൃദയത്തിന് ഒത്തതാക്കി തീർക്കണേ. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ, കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ, അത് നമ്മുടെ ഹൃദയത്തിൻ്റേത് കൂടെയാകുമ്പോഴാണ് ഈ തിരുനാൾ ആഘോഷങ്ങൾക്കും ഈ തിരുഹൃദയ ഭക്തിക്കുമൊക്കെ പ്രസക്തിയേറുന്നത്. അതും നമ്മൾ തിരിച്ചറിയണം. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹഭാവങ്ങളും അവിടുത്തെ എളിമയും എല്ലാം ഉൾക്കൊള്ളുന്ന, ആരെയും സ്വീകരിക്കുന്ന അതിൻ്റെ വിശാലതയും നമ്മുടേതുകൂടി ആകുമ്പോഴാണ് ഈ തിരുഹൃദയ തിരുനാളിനും തിരുഹൃദയ ഭക്തിക്കുമൊക്കെ വിലയുള്ളതാവുന്നത്. ദൈവം നമുക്ക് തന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ എങ്ങനെ നെഞ്ചേറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഏറ്റവും വലിയ പരിഭവമാണ്
അവരെ ആരും മനസ്സിലാക്കണില്ല എന്നുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും ദുഃഖമാണത്. നമ്മുടെ ഓരോരുത്തരുടെയും. ഭാര്യയുമായി സ്ഥിരം വഴക്കടിക്കുന്ന ഭർത്താവ് പറയും, അച്ഛാ 1000 വട്ടം അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നത്, എടി ഞാൻ ചൂടാവുമ്പോൾ, ഞാൻ എന്തെങ്കിലും വായെ കൊള്ളാത്തത് പറഞ്ഞു തുടങ്ങുമ്പോൾ നീ ഒരു 2 മിനിറ്റ് മിണ്ടാണ്ടിരിക്കണം. 2 മിനിറ്റ് മതി. 2 മിനിറ്റ് കഴിഞ്ഞ് നീ പെരുന്നാളിന് കൊടി കയറ്റിക്കോ, പടക്കം പൊട്ടിച്ചോ, ചെണ്ട കൊട്ടിക്കോ, നോ പ്രോബ്ലം. പക്ഷെ ഞാൻ വഴക്ക് പറഞ്ഞു തുടങ്ങുമ്പോൾ ദൈവത്തെ ഓർത്ത് 2 മിനിറ്റ് നീ ഒന്ന് കൺട്രോൾ ചെയ്യണം. എത്ര വട്ടം പറഞ്ഞു വച്ചാ ഈ മൂദേവി അത് മാത്രം ചെയ്യൂല. ഞാൻ 1 പറയുമ്പോൾ അവൾ 2 പറയും. ഞാനൊരു ചെറിയ തെറി പറയുമ്പോൾ അവൾ മുഴുത്തത് പറയും. അപ്പം എനിക്ക് ഭ്രാന്താവും, ഒച്ചപ്പാട് മുറുകും. അവസാനം ഭാഷാവരത്തിലും കൈവെപ്പ് ശുശ്രൂഷയിലും കഥകളൊക്കെ അവസാനിക്കും. പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ ഓരോരുത്തരുടെയും അഭിപ്രായമാണത്. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ, ഞാൻ ഇച്ഛിക്കുന്നത് പോലെ ആരും എന്നെ സ്നേഹിക്കണില്ല, എന്നെ മനസ്സിലാക്കണില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്നിട്ടുള്ളവരെ ഹൃദയപൂർവം സ്വീകരിക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ അവർക്ക് ഇത്തിരി ഇടം കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാക്കിയെടുക്കാം. കർത്താവിൻ്റെ ഹൃദയം എളിമയുള്ള ഹൃദയമാണ്. അത് എന്തുമാത്രം വളരുന്ന ഹൃദയമാണ്, എന്തും ഉൾക്കൊള്ളുന്ന ഹൃദയമാണ്. എല്ലാവർക്കും വേണ്ടി എന്ത് ത്യാഗത്തിനും തയ്യാറാകുന്ന ഹൃദയമാണ്. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുന്നത്, നമ്മുടെ കുടുംബത്തിൽ വലിയ വലിയ വഴക്കുകൾ ഉടലെടുക്കുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനും നെഞ്ചേറ്റാനും നമുക്ക് പരസ്പരം സാധിക്കാതെ വരുമ്പോഴാണ്. അച്ഛൻ ഓർക്കുക, ഒരിക്കൽ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തിന് വരികയാണ് അച്ഛൻ. ട്രാൻസ്പോർട്ട് ബസ്സിലാണ് ഞാൻ വരുന്നത്. ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി സമാധാനമായിട്ടുള്ള യാത്ര. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊക്കെ പണ്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയ പിള്ളേർക്കൊന്നും അത് പരിചയം ഉണ്ടാവില്ല, മുതിർന്നവർക്ക് പരിചയം കാണും. ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ കയറിയ പുറകിലാണ് ആകെ ഒരു ഡോറുള്ളത്. അന്നത്തെ കാലത്ത് ഫ്രണ്ടിൽ ഡോറില്ല. പുറകിൽ കയറിയ അങ്ങ് മുമ്പ് വരെ ഓട്ടോറിക്ഷ വിളിച്ച് പോകണം. നല്ല ദൂരമുണ്ട്. ഈ പോണ പോക്കിൽ പടല തിരിച്ച് അപ്പുറം ഇപ്പുറം നോക്കണം. എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഒരു സീറ്റ് സംഘടിപ്പിക്കണം. തൃശ്ശൂരിൽ നിന്ന് കയറിയേക്കണേ, എറണാകുളം വരെ പോരണം. എന്തായാലും 2 മണിക്കൂർ യാത്രയുണ്ട്. ഒരു സീറ്റ് കിട്ടുക വളരെ പ്രധാനപ്പെട്ടതാ. ദൈവത്തിൻ്റെ മഹാകൃപ, എനിക്ക് സീറ്റ് കിട്ടി. ഞാനും വേറൊരു ചേട്ടനും 2 പേരുടെ സീറ്റിൽ തരക്കേടില്ലാണ്ട് ആഘോഷമായിട്ടിരിക്കുകയാണ്. ചേട്ടൻ ഇത്തിരി സാഹിത്യ ചൊക രുചിയൊക്കെ ഉള്ള ആളാന്ന് തോന്നുന്നു. പുസ്തകം വായിക്കണം, പത്രം വായിക്കുകയാണ് പുള്ളി. ഇതൊരു മാഗസിൻ, സംതിങ് ലൈക്ക് ദറ്റ്. വായനയിലാണ് ചേട്ടൻ. എന്നെ കണ്ട ലക്ഷണമൊന്നുമില്ല, ഞാൻ വന്നിരുന്നത് അദ്ദേഹം അറിഞ്ഞിട്ടുമില്ല. എന്തായാലും സുഗമമായ യാത്ര, വണ്ടിയിൽ കാര്യമായിട്ട് തിരക്കൊന്നുമില്ല. എല്ലാവരും തന്നെ ഇരിക്കുകയാണ്. എല്ലാവരും ബസ്സിൽ ഇരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സന്തോഷം ഉണ്ടാവും. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, എല്ലാവരും ഇരിക്കുകയാണല്ലോ ദൈവമേ, കൊടുത്ത കാശിന് എല്ലാവർക്കും സീറ്റ് കിട്ടിയിട്ടുണ്ടില്ല, അത് സന്തോഷം തരുന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് എല്ലാവർക്കും തോന്നണതാണ്, എനിക്കും തോന്നാറുണ്ട്, ആർക്കും എഴുന്നേറ്റ് സീറ്റ് കൊടുക്കണ്ടല്ല, ആരും നമ്മളെ ചൊറിഞ്ഞ് പൊക്കൂലല്ല. അതുകൊണ്ട് ഞാൻ വളരെ സമാധാനമായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് വണ്ടി വന്ന് കൊടകര എത്തിയപ്പോൾ മണിയടിച്ചു. എവിടെ നിന്നറിയാൻ പാടില്ല, ഒരു ദരിദ്രവാസി ഈ ബസ്സിൽ കയറി. അയാളുടെ കഴുത്തിലൊരു പൊക്കണമുണ്ട്, ഒരു സഞ്ചിയൊക്കെ ഉണ്ട്. ആളല്പം ക്ഷീണിതനാണ്, പണി കഴിഞ്ഞ് വരണതാന്നാണ് എൻ്റെ തോന്നൽ. എന്തായാലും നിങ്ങളുടെ സ്വഭാവമല്ല എനിക്ക്. ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചു, കർത്താവേ മുമ്പോട്ട് പോട്ടെ, ഇവിടെ ഒന്നും നിൽക്കരുത്. നമ്മളൊരു അച്ഛനാണല്ല, സ്വാഭാവികമായിട്ട് മനസാക്ഷിക്കടി ഉണ്ടാവും, ആകെ ബുദ്ധിമുട്ടാവും. ഇയാൾ മുമ്പോട്ട് അങ്ങോട്ട് പോയി കിട്ടിയാൽ നമുക്കിത്തിരി ആശ്വാസമാണ്. ഞാനാണെങ്കിൽ ലോഹയിലൊന്നുമല്ല, ഷർട്ടും പാൻറ്റുമാണ് എൻ്റെ വേഷം. അച്ഛനെ മടക്കി പ്ലാസ്റ്റിക് കുറയിൽ വെച്ചേക്കാണ്. അത് സൈഡിൽ ഇരിപ്പുണ്ട് അച്ഛൻ. ഈ പ്ലാസ്റ്റിക് കുറ സൈഡിലല്ല, കാലിൻ്റെ അടിയിൽ ഇരിപ്പുണ്ട്. ഞാൻ അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കണു. ചേട്ടൻ കയറണു, ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിക്കണു. തിരുഹൃദയത്തോടൊക്കെ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ, കർത്താവെ മുമ്പോട്ട് പോട്ടെ. പക്ഷെ എൻ്റെ ഗതികേടെന്ന് പറയാന്നല്ലാണ്ട് ഈ ദുഷ്ടൻ വന്ന് എൻ്റെ പള്ളയ്ക്ക് തന്നെ ഈ മൂട് കുത്തി ചാരി. അയാളവിടെ ചാരി നിന്നു.
മുകളിലൊരു പിടുത്തവും പിടിച്ചു അയാൾ. സത്യം പറഞ്ഞ് എനിക്ക് ഭ്രാന്തായി. എന്നാലും ഞാൻ ബലം പിടിച്ച്, ഞാൻ തിരുവനന്തപുരം വരെ പോണ്ട ആളല്ലേ, കൊടകര ആയിട്ടുള്ളൂ, മണിക്കൂറുകൾ യാത്രയുണ്ട്. ഇപ്പം എഴുന്നേക്കണത് പന്തിയല്ല, ചാലക്കുടിയിൽ ഇറങ്ങേണ്ടവരുണ്ടാവുമല്ലോ, ഇത്രയും നേരം ഒടുക്കത്ത് ഇരിപ്പിരുന്നതല്ലേ, ആരെങ്കിലും എഴുന്നേക്കട്ടെ. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് ബലം പിടിച്ചിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ അകത്തുള്ള അച്ഛൻ എഴുന്നേറ്റ്, നീ എന്തൊരു ദുഷ്ടനാണ്, അവിടെ ഇവിടെയൊക്കെ തെണ്ടിപ്പറക്കി പ്രസംഗം പറയാൻ പോണല്ലേ, വലിയ സ്നേഹത്തിൻ്റെ ശാസ്ത്രമൊക്കെ പറയാറുണ്ടല്ല, ഈ പാവം നിൽക്കണ കണ്ടൂടെ. അപ്പം ഞാൻ വെറുതെ ഇയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി, പാവം ഉറങ്ങാണ്. ഈ വള്ളിമ ഈ പിടിയുമ കമ്പിയുമ തൂങ്ങിക്കിടന്ന് അയാൾ ഉറങ്ങാണ്. ഇയാൾ ഈ അരക്കെട്ട് വെച്ച് കുച്ചുപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യം ഒക്കെ കളിക്കുന്നുണ്ട്. ഈ തൂങ്ങിക്കിടന്ന് ഉറങ്ങണ കാണാൻ നല്ല രസമാണ്. ബസ്സിനകത്ത് ബസ് അങ്ങോട്ട് ചായും അങ്ങോട്ട് ചായും ഇങ്ങോട്ട് ചായും ഇങ്ങോട്ട് ചായും. ഞാനതൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്ന് അച്ഛൻ ഉള്ളിൽ എഴുന്നേറ്റ്, നീ എന്തൊരു ദുഷ്ടൻ, ഇത്തിരി സ്ഥലം കൊടുക്ക്, മനസ്സ് പറയണം, മനസ്സാക്ഷിക്കടി. എന്നാലും എഴുന്നേക്കാൻ എനിക്ക് അത്ര അങ്ങോട്ട് പറ്റണില്ല. ഞാൻ എന്തായാലും വലത്തുവശത്തിരിക്കുന്ന ആ സാഹിത്യകാരനെ തോണ്ടി, പുള്ളി വായനയാണല്ല. ഞാൻ പതുക്കെ തട്ടിയിട്ട് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഒരു ഇത്തിരി ഒതുങ്ങിയിരിക്കാമാ. വെള്ളനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി, അല്ല ഏട്ടാ ഈ തൂങ്ങിക്കിടക്കണ ആൾക്ക് ഇരിക്കായിരുന്നു. അയാൾ കണ്ണുരുട്ടി കാണിച്ച് വീണ്ടും പത്രം വായന തുടങ്ങി. സത്യം പറഞ്ഞ് എനിക്ക് പന്തികേട് തോന്നി. നമ്മൾ വിചാരിക്കുന്ന പോലെ ആളല്ല സൈഡിൽ ഇരിക്കണത്. ഒന്നില്ലെങ്കിൽ എന്തോ പോലീസ് ഓഫീസർ, അല്ലെങ്കിൽ ഈ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ ഓണർ, അങ്ങനെ ആരെങ്കിലും ഗണത്തിൽ പെട്ട ആളായിരിക്കും. നമ്മൾ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് മനസ്സ് പറഞ്ഞു. എന്തായാലും 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. അതേ, ഞാൻ പെട്ടെന്ന് ഞെട്ടി. എന്തേട്ടാ? കാശ് കൊടുത്തിട്ടാ ഇവിടെ ഇരിക്കണേ. സ്വസ്തി. സുപ്രീം കോടതി പോയാലും ജാമ്യം കിട്ടാത്ത കേസാണ്. കാശ് കൊടുത്തിട്ടാണ് പുള്ളിയിരിക്കണേ. മുമ്പിളൊക്കെ ചക്കാത്ത്. എന്തായാലും ഞാനൊന്നും മിണ്ടിയില്ല. ചേട്ടൻ പിന്നെയും വായന തുടർന്ന്. എൻ്റെ ചേട്ടൻ കുച്ചിപ്പുടിയിൽ നിന്ന് കഥക്കിലിക്ക് മാറിയിട്ടുണ്ട്. തകർത്ത് കളിക്കാണ് ഉള്ളി. 2 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ഈ ചേട്ടനെ തട്ടി. ഈ ചേട്ടനെ തട്ടിയില്ല, ഈ ചേട്ടൻ എന്നെ തട്ടി. അതേ, ഞാൻ എന്താ അങ്ങനെ പറഞ്ഞെന്ന് മനസ്സിലായ? ഇല്ല കേട്ടോ, എനിക്കറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടിയിൽ. കഴിഞ്ഞ ആഴ്ച ഞാനിതുപോലെ തൂങ്ങിക്കിടക്കായിരുന്നു. അന്ന് സാറിൻ്റെ സീറ്റിലിരുന്ന ആള്, പുള്ളി എന്നെ സാറാക്കി, നമ്മൾ ഷർട്ടും പാൻറ്റാണല്ലോ. സാറിൻ്റെ സീറ്റിലിരുന്ന ആള് എൻ്റെ സീറ്റിലിരുന്ന ആളോട് പറഞ്ഞ് ഒരിത്തിരി ഒതുങ്ങിക്കൊടുത്താ എനിക്കും കൂടി അവിടെ ഇരിക്കുക, അയാൾക്കും കൂടി അവിടെ ഇരിക്കുക. അപ്പോ അയാൾ പറഞ്ഞ മറുപടിയാണ് ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. എന്ത്? കാശ് കൊടുത്തിട്ടാ ഇവിടെ ഇരിക്കണെന്ന്. വലുതും പറയാനോ? ഒന്നും പറയാനില്ല. എൻ്റെ ചേട്ടൻ വീണ്ടും കുച്ചിപ്പുടിയിലേക്ക് കയറിയിട്ടുണ്ട്. അയാൾ അവിടെ തൂങ്ങിക്കിടക്കാണ്. വീണ്ടും ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു, നമ്മുടെ സ്വഭാവം അത്ര നല്ലതല്ല. ഞാൻ ഈ ചേട്ടനോട് ഒരു, ചേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താണ്? അടുത്ത ആഴ്ച വേറൊരാള് ഇവിടെ തൂങ്ങിക്കിടക്കാന്ന് വിചാരിക്കും. ചേട്ടനെ പോലെ ഒരാള് ഇവിടെ ഇരിപ്പുണ്ടെന്നും വിചാരിക്കും. ഈ തൂങ്ങിക്കിടക്കവനാണവനാണ് ചേട്ടൻ്റെ സീറ്റിലിരിക്കണമെങ്കിൽ എന്നെപ്പോലൊരു ദരിദ്രവാസി ഈ തൂങ്ങിക്കിടക്കണവനോട് അടുത്ത ആഴ്ച പറയും, ഒരിത്തിരി ഒതുങ്ങിക്കൊടുത്താ ഇയാൾക്കും കൂടി ഇവിടെ ഇരിക്കാം. അന്ന് ഈ തൂങ്ങിക്കിടക്കണവൻ പറയാൻ പോണ മറുപടി ഇപ്പോൾ ഞാൻ ചേട്ടനോട് പറയാം, കാശ് കൊടുത്തിട്ട് ഇവിടെ ഇരിക്കണേ. സത്യമാണ് ചേട്ടാ. ഒന്നുകിൽ ഈ തൂങ്ങിക്കിടക്കണവരുടെ ചങ്ങല നമുക്കിന്ന് മുറിക്കാം, ഇതോടുകൂടി അവസാനിക്കും. അല്ലെങ്കിൽ ചേട്ടാ ബെറ്റ്, എന്നൊക്കെ ഈ ബസ് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോണോ അന്നൊക്കെ ഏതെങ്കിലും ഒരു ദരിദ്രവാസി ഈ ബസ്സിൽ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ടാവും. ഉറപ്പാണ് ചേട്ടാ, സീറ്റ് കിട്ടാണ്ട്. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു. അയാൾക്ക് അത്ര പിടിച്ചില്ല. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി വായിച്ചുകൊണ്ടിരുന്ന പത്രം മടക്കി പള്ളക്കിയിട്ട് എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞ് ഒതുങ്ങി. അങ്ങനെ ഈ പാവം അവിടെ ഇരുന്നു. ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക്, കഥയിൽ അനുഭവം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൗതുകം തോന്നിയിട്ടുണ്ടാവും. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ചുമ്മാ
അപ്പുറം ഇപ്പുറം ഒക്കെ ഒന്ന് തപ്പി നോക്കണം, അന്വേഷിച്ച് നോക്കണം. എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ തൂങ്ങിക്കിടക്കണുണ്ടോന്ന്. നമ്മുടെ വീട്ടിൽ പലരും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഒരിക്കലും ഭർത്താവ് ഭാര്യയ്ക്ക് ഒതുങ്ങിക്കൊടുക്കൂല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒതുങ്ങണ പ്രശ്നം ഒതുക്കണില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട പെങ്ങളെ എപ്പോഴും ഇങ്ങനെ വഴക്കടിക്കണം എന്തിനാ? അച്ഛനൊന്ന് പോവച്ചോ, 5 ആങ്ങളമാർക്ക് ഒരു പെങ്ങളുള്ളതാണ്. 5 ആങ്ങളമാർക്ക് ഒരു പെങ്ങളുള്ളതാണ്. എത്ര വർക്കത്തുള്ള ഒരു പെണ്ണ് കാണാൻ വന്നതാണെന്നറിയാം. രാഹുൽ ഗാന്ധി വരെ വരാന്ന് പറഞ്ഞാണ്, വേണ്ടാന്ന് പറഞ്ഞിട്ടാണ്. ഈ ചെകുത്താനെയാണ് കെട്ടി മുറുക്കിയത്. ആങ്ങളമാരെ വിളിച്ചു പറഞ്ഞാൽ 5 എണ്ണം കൂടി ഇങ്ങോട്ട് വരും. ഇയാളുടെ എല്ലാം ഊരി കോല് കളിക്കും. കളി എന്നോട് വേണ്ട, ഞാൻ ഒതുങ്ങില്ലട്ടച്ചാ ഭാര്യ പറയും. ഭർത്താക്കന്മാരും പറയും, അച്ഛൻ പറ, ഞാനാണ് അവളെ കെട്ടിയത്, അവളാണ് എന്നെ കെട്ടിയത്. ഞാൻ എന്തോരം ഒതുങ്ങണമെന്ന് അച്ഛൻ പറയണേ. ഞാനല്ല അച്ഛ ഈ പെടാപ്പാട് വെട്ടി കുടുംബം നോക്കണത്. ഞാൻ എന്തോരം ഒതുങ്ങും, ഭർത്താവ് ഒതുങ്ങൂല, മക്കൾ ഒതുങ്ങൂല. അപ്പൻ എന്ത് വിവരമുണ്ടപ്പ? അപ്പൻ ലോകം കണ്ടുണ്ടാ? അപ്പന് വിദ്യാഭ്യാസം ഉണ്ടാ? അപ്പന് ആപ്പിൾ ഫോൺ ഉപയോഗിക്കാൻ അറിയാമോ? അപ്പന് .com എന്ന് പറഞ്ഞാൽ എന്ത് കുന്ത്രണ്ടെന്നറിയാമോ? അപ്പൻ AI എന്ന് പറഞ്ഞാൽ കേട്ടുണ്ടാ? അപ്പൻ എന്ത് വിവരമുണ്ട്, അമ്മയ്ക്ക് എന്ത് ബോധമുണ്ട്? അതുകൊണ്ട് ഞങ്ങൾ മക്കൾ പറയണത് അപ്പനും അമ്മയും കേട്ടാൽ മതി. മക്കൾ ഒതുങ്ങൂല. നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു വലിയ വിഷമാണത്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ആരും ഒതുങ്ങിക്കൊടുക്കില്ല. നേരെ മറിച്ച് പ്രിയപ്പെട്ടവരുടെ കുറവുകളും പോരായ്മകളും ഒക്കെ വർണ്ണിച്ച്, നീ അങ്ങനെ ചെയ്തില്ലേ, നീ ഇങ്ങനെ ചെയ്തില്ലേ, നിനക്ക് ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് എല്ലാവരെയും കുറ്റപ്പെടുത്തുന്ന പ്രകൃതമാണ്, സ്വഭാവമാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് പറയണൊരു വാക്കുണ്ട്, വീട്ടിൽ ഇഷ്ടം പോലെ കേൾക്കണാണ്. അങ്ങനെ തന്നെ വേണം പറയാറില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. അങ്ങനെ തന്നെ വേണം. പരീക്ഷയ്ക്ക് ഒരു 5 മാർക്ക് കുറഞ്ഞ ഒട്ടന്നെ അമ്മ പറയും അങ്ങനെ തന്നെ വേണം അല്ലേ? അങ്ങനെ പറയും, പറയാറില്ലേ? അമ്മ പറയും. അച്ഛനിപ്പോഴും ഓർക്കും, ഞാൻ 8ാം ക്ലാസ്സിൽ, ഭയങ്കര ചുമയാട്ടോ, ഞാൻ 8ാം ക്ലാസ്സിൽ കണക്ക് പരീക്ഷയ്ക്ക് ഇത്തിരി മാർക്ക് കുറവായിരുന്നു. കുറവെന്ന് പറഞ്ഞാൽ വല്ലാണ്ട് കുറഞ്ഞു പോയി. അന്നത്തെ കാലത്ത് അച്ഛൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പരീക്ഷയ്ക്കും പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൻ്റെ ഒപ്പിടിക്കണം. പിറ്റേ ദിവസം ടീച്ചർക്ക് ദക്ഷിണ വയ്ക്കണം. ഈ കടലാസ് കൊണ്ടുപോയി എന്നാലേ ക്ലാസ്സിൽ കയറ്റുള്ളൂ. അച്ഛൻ്റെ അപ്പൻ്റെ ഒപ്പം എന്നൊക്കെ പറഞ്ഞ ഒരു വൃത്തികെട്ട ഒപ്പായിരുന്നു. കുരു 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 എന്നിങ്ങനെ ഒരു കാക്ക മാന്തിയ പോലത്തെ ഒരു ഒപ്പ്. അപ്പനോടൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞാണ്, അപ്പം എൻ്റെ കൂടെ പഠിക്കുന്ന ദിനേശൻ്റെ അപ്പൻ്റെ ഒപ്പ് എന്തൊരു ഭംഗിയാണെന്നറിയാം കാണാൻ. കാര്യം ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയുടെ ഒപ്പാണ്. ഇങ്ങനെ ഒരു കുരിശ വരയ്ക്കും, ഒരു വട്ടിടും. എന്തൊരു നല്ല ഐശ്വര്യമുള്ള ഒപ്പ്. അപ്പം നല്ല ഒപ്പിട്ട് പഠിക്കും. വല്ലപ്പോഴും നമുക്ക് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഇടിക്കുന്നത് വലിയ പങ്കപ്പാട. സകല ന്യായങ്ങളും അന്യായങ്ങളും പറഞ്ഞു കേൾപ്പിക്കണം. ഈ കണക്ക് പരീക്ഷയുടെ മാർക്ക് കുറഞ്ഞ് വൈകുന്നേരം അപ്പനെ കൊണ്ട് ഒപ്പിടിക്കണം. വലിയ പ്രകൃതി പിടിച്ചൊരു പണി അത്. നമ്മൾ ഈ എന്താ പറയുക, പരീക്ഷയുടെ മാർക്ക് ആൻസർ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും അത് സ്കൂൾ തുറക്കണം അന്ന് തന്നെ കിട്ടും. ഈ വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ ടീച്ചർമാർക്ക് ഒരു പണി, നമുക്ക് അത് കിട്ടിയിട്ട് ഒരു അത്യാവശ്യമില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയാൽ നമ്മൾ ടീച്ചറെ കുറ്റം പറയാനൊന്നും പോവില്ല. പക്ഷെ ടീച്ചർ അത് പിറ്റേ ദിവസം അന്ന് തന്നെ, സ്കൂൾ തുറക്കണം അന്ന് തന്നെ ഇങ്ങനെ ചാക്കേരുടെ ഒക്കെ തിരുമ്മി കെട്ടി പൂട്ടിക്കൊണ്ട്. ഞാനൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് സ്കൂൾ തുറക്കണം അന്ന് ടീച്ചറെ പാമ്പടിക്കാൻ. ടീച്ചർ വരരുത്, അവിടെ കിടന്നോട്ടെ, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. പക്ഷെ ടീച്ചർ അന്ന് അത് കൊണ്ടുവരും, നമ്മളെ നാണം കെടുത്തും. മിക്സഡ് ക്ലാസ്സൊക്കെയാണ്, ഇത്തിരി ബുദ്ധി കുറവുണ്ടെന്നുള്ളതൊക്കെ സത്യമാണ്. എന്നാലും ഇങ്ങനെ നാണം കെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടുമാനം കളിയാക്കും. ഇത് കിട്ടിക്കഴിയുമ്പോൾ ബാക്ക് ബെഞ്ചിൽ പോയിരുന്ന് സങ്കടപ്പെടും. ഏറ്റവും വലിയ സങ്കടം രാത്രി ഇതുമ്മ അപ്പൻ്റെ ഒപ്പ് ചാർത്തി കിട്ടുക എന്നുള്ളതാണ്. സാധാരണ ആൻസർ പേപ്പർ കിട്ടുന്ന ദിവസം സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പോൾ അടുക്കള വശത്തൊക്കെ കയറുള്ളൂ. കാരണം നമുക്ക് അറിയാം, കരുണയുടെ വാതിലിരിക്കുന്നത് അടുക്കള ഭാഗത്താണ്. മുൻവശത്തൊക്കെ കയറുന്നത് ഇത്തിരി റിസ്ക്കാണ്, പുറകിക്കൂടെ കയറുള്ളൂ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ക്രിസ്മസ് പരീക്ഷയ്ക്ക് കണക്ക് പരീക്ഷയ്ക്ക് ഭയങ്കര കുറവ്. ഞാൻ അടുക്കള വശത്ത് കൂടെ വന്നു. അടുക്കളയിൽ കയറിയപ്പോൾ അമ്മ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്. സിംഹാസനം എന്ന് പറഞ്ഞാൽ ഈ തേങ്ങ ചിരണ്ടണ ഒരു സാധനമില്ലേ, അതും ഇരുന്ന അമ്മ ഭീകര ചിരണ്ടലാണ്.
ഞാൻ മുട്ടുകുത്തി അമ്മയുടെ മുമ്പിൽ. ഞാൻ മുട്ടുകുത്തണ കണ്ടപ്പോഴേ എൻ്റെ അമ്മ എന്നോട് ചോദിച്ച്, എന്താണാവോ എൻ്റെ മൂത്ത മോന് ഇന്ന് പതിവില്ലാത്തൊരു എളിമയുണ്ടല്ല. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല അമ്മേ. എന്തുണ്ട്? കാള വാല് പൊക്കുമ്പോൾ അറിയാലോ അമ്മയ്ക്ക് എന്തിനുള്ള പുറപ്പാടാന്ന്. എന്താ പ്രശ്നം? വല്ല ആൻസർ പേപ്പർ കിട്ടിയോ? ഓ, അമ്മയ്ക്ക് ദർശനപരം. അമ്മ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഓ അമ്മേ, എന്താ കിട്ടിയേ? കണക്ക്. എങ്ങനെയുണ്ട് അമ്മേ? ഇത്തിരി കുറവുണ്ടമ്മേ. ഇത്തിരിയേ കുറവുള്ളൂ? അല്ലമ്മേ, പിന്നെ ഒത്തിരി കുറവുണ്ട്. എത്രയുണ്ട് കുട്ടിന്? 7. ആ, അപ്പൊ പൊട്ടിയമ്മേ. എടുത്ത വഴിക്ക് അമ്മ പറഞ്ഞു, മുൻവശത്തിരിപ്പുണ്ട്, അങ്ങടിയല്ലേ. അപ്പനെയാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞു, അമ്മയെ കരുണ കാണിക്കമ്മേ, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് അമ്മ ചെയ്താട്ട്, എങ്ങനെയെങ്കിലും ഒന്നും. എടുത്ത വഴിക്ക് അമ്മ അന്ന് പറഞ്ഞ ഡയലോഗാ, അങ്ങനെ തന്നെ വേണം. നമ്മ പറഞ്ഞ് അങ്ങനെ തന്നെ വേണം. ഞാൻ പറഞ്ഞു, കണ്ണി ചോരില്ലാത്ത വാക്ക് പറയരുതമ്മേ. ഒരു മോൻ ഇത്രയും ദാരുണമായ അവസ്ഥയിൽ അമ്മയുടെ മുമ്പിൽ വരുമ്പോ എന്തൊരു ചങ്കില്ലാത്ത അമ്മയാണിത്. എന്തിങ്ങനെ പറയണേ? അങ്ങനെ തന്നെ വേണം നിനക്ക്. അതെന്താണ്? എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട്? എന്ത്? അന്നന്ന് എടുക്കണത് അന്നൊന്ന് ഒടുക്കി, അല്ലേ? അന്നന്ന് എടുക്കണത് അന്നൊന്ന് ഒടുക്കി, അന്നന്ന് എടുക്കണത് അന്ന്. അമ്മയുടെ വർത്താനം കേട്ടാൽ തോന്നും അമ്മ അന്നന്ന് എടുക്കണതൊക്കെ അന്നന്ന് പഠിച്ച് ഇപ്പൊ ചരണ്ടാനുള്ള ഡിഗ്രി എടുത്തോട്ടിരിക്കണേ. അമ്മ എന്ത് കുന്ത പഠിച്ചിട്ടാണ്? എന്നാ ഡയലോഗെന്നറിയാം അമ്മ കാച്ചണത്. എത്ര വട്ടം പറഞ്ഞിട്ടാ അന്നന്ന് എടുക്കണത് അന്നന്ന് പഠിക്ക്. അമ്മ പറയും, അങ്ങനെ തന്നെ വേണം നിനക്ക്. കൂട്ടുകാരുടെ കൂടെ ഗ്രൗണ്ടിൽ കളിച്ച് മഴ നനഞ്ഞ് പനി പിടിച്ച് അവസാനം ഇഞ്ചക്ഷൻ എടുക്കാൻ ആശുപത്രി കൊണ്ടുപോയേക്കാണ്. ഇഞ്ചക്ഷൻ എടുക്കാൻ കന്യാസ്ത്രീ മറ്റേ സിറിഞ്ചും കൊണ്ടുവന്ന് ഞാൻ ഷർട്ട് ഊരി. അപ്പം സിസ്റ്റർ പറഞ്ഞു, അവിടെയല്ല, മറ്റോടത്താണ്, എവിടെ ബാക്കിൽ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ആൺകുട്ടിയല്ല അമ്മേ, ഒന്ന് പറ അമ്മേ, കൈമ മതിയെന്ന്. അപ്പോഴും അമ്മ പറഞ്ഞു, അങ്ങനെ തന്നെ വേണം. എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് വെയിലത്തും മഴയത്തും കളിക്കാൻ പോകരുതെന്ന്. ഇപ്പൊ ചന്തിക്ക് കുത്താൻ പാകായി, ഇപ്പൊ സമാധാനമായില്ലേ? അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ എപ്പോഴും പറയണൊരു വാക്കാണ്, അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം. എൻ്റെ പൊന്നു മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവർ എന്തോരം വിഷമിക്കുന്നുണ്ടെന്നറിയാം അത് കേൾക്കുമ്പോ. എന്തുകൊണ്ടാണ് മറിച്ച് പറയാൻ പറ്റാത്ത അങ്ങനെ തന്നെ വേണ്ടെന്ന്? അവിടെയാണ് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാവം. അങ്ങനെ തന്നെ വേണ്ട. നിന്റെ ജീവിതത്തിൽ നിനക്ക് വിഷമമുണ്ട്, വേദനയുണ്ട്, പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട്, തെറ്റും കുറ്റവും ഒക്കെ പറ്റുന്നുണ്ട്. പക്ഷെ നീ ഒരിക്കലും വിഷമിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ടാവും കട്ടയ്ക്ക്. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൊരു ഒരു പഴഞ്ചൊല്ലുണ്ട്, പുകഞ്ഞ കൊള്ളി കേട്ടില്ലേ? പുകഞ്ഞ കൊള്ളി പുറത്ത്. അതെന്താ അങ്ങനെ പറയണേ? പുകഞ്ഞ കൊള്ളി പുറത്ത്. പണ്ടൊക്കെ എപ്പോഴും കാരണവന്മാർ പറയും, പുകഞ്ഞ കൊള്ളി പുറത്ത്. ഇവിടെ അവർക്ക് സ്ഥാനമില്ല വീട്ടിൽ. വഴക്കുണ്ടാക്കുമ്പോൾ പറയുന്ന ഡയലോഗാ. എന്താണ് ഈ പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് അറിയാമോ മക്കൾക്ക്? അമ്മയ്ക്ക് അടുക്കളയിൽ 2 അടുപ്പുണ്ട്, 2 അടുപ്പ്. അതിൽ ഒരടുപ്പിലാണ് അമ്മ തീ കൂട്ടണതും കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കണത്. മറ്റേ അടുപ്പ് എന്തിനുള്ളതാണ്? ഈ കറി വെച്ച അടുപ്പിലെ ചാരമൊക്കെ വാരി കൂട്ടാനുള്ള അടുപ്പാണ് മറ്റേ അടുപ്പ്. കാലത്ത് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അമ്മ ഈ ചാരമൊക്കെ വാരി അപ്പുറത്തെ അടുപ്പിൽ നിറയ്ക്കും. എന്നിട്ട് അമ്മ നല്ല വിറകൊക്കെ എടുത്ത് ഈ വൃത്തിയാക്കി അടുപ്പിൽ വെച്ച് ഇത്തിരി ചകിരിയോ ഒരു കടലാസൊക്കെ കുത്തി കയറ്റി ഒരു തുള്ളി മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് തീ കൊടുത്ത് തനിക്ക് താൻ പോകുന്ന കലം വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അമ്മ മുറ്റടിക്കാൻ പോകും. അമ്മ മുറ്റടിച്ച് കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ കാണണ കാഴ്ച എന്താണെന്നറിയോ? അടുക്കള നിറച്ച് പുക, ഭീകര പുക. അമ്മയ്ക്ക് കാര്യം മനസ്സിലാവും. എന്താ പ്രശ്നം? ഒരു വിറകൊള്ളി നേരെ ചൊവ്വ കത്തിയിട്ടില്ല, ഒരു വിറക് മര്യാദയ്ക്ക് കത്തിയിട്ടില്ല. അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? അമ്മ വളരെ സൂക്ഷിച്ച് മറ്റ് വിറക്, കത്തണ വിറകുകൊള്ളിക്ക് ഒന്നും പറ്റാണ്ട് ഈ കത്താത്ത വിറകുകൊള്ളി അടുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കും. എന്നിട്ട് ഈ ഇപ്പുറത്തെ വശത്തെ അടുപ്പിൽ ചാരം കൂട്ടിയിട്ടിട്ടുണ്ടല്ലോ, അതിലേക്ക് ഒരൊറ്റ കുത്തും 2 തിരിയും തിരിക്കും. ആമേനീശോ, ആ വിറകുകൊള്ളി കെട്ടുപോകും. പിന്നെ ആ വിറകുകൊള്ളി അടുത്ത പ്രാവശ്യം എടുക്കുള്ളൂ. ഇത് അമ്മയുടെ സ്ഥിരം പരിപാടിയാ. ഈ കത്തണ വിറകുകൊള്ളിയുടെ ഉള്ളിൽ നിന്ന് ഈ കത്താത്ത കൊള്ളി ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് അപ്പുറത്തുള്ള ചാരത്തിലേക്ക് ഒരൊറ്റ കുത്തും 2 തിരിയും. പരിപാടി ഇരും. അതിനെയാണ് ഈ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയണത്. ഈശോ പറയണത് അതല്ല, ഈശോയുടെ തിരുഹൃദയം പറയണത് അതല്ല. പുകഞ്ഞ കൊള്ളി പുറത്തല്ല, ഈശോയുടെ ഹൃദയം പറയും പുകഞ്ഞ കൊള്ളി അകത്താണ്.
നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് എന്തെങ്കിലും വേദനകളും ഇടർച്ചകളും ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ, സംഭവിച്ചു കഴിയുമ്പോൾ അവരെ മാറ്റി നിർത്തല്ല വേണ്ടത്, അവരെ നെഞ്ചോട് ചേർക്കുക വേണ്ടത്. ഈ പുകയണ കൊള്ളി എടുത്ത് മറ്റു കൊള്ളികളെയൊക്കെ ഒന്ന് അകത്തി വെച്ച് ഈ കൊള്ളീനെ എടുത്ത് നടുവിലേക്ക് കയറ്റി വെച്ച് ആ വിറകിൻ്റെ മുകളിൽ കത്തുന്ന വിറകുകളൊക്കെ മര്യാദയ്ക്ക് അടുക്കി വെച്ച് നന്നായിട്ട് സ്നേഹത്തിൻ്റെ വായു ചങ്കിലേക്ക് വലിച്ചു കയറ്റി ഭംഗിയായിട്ട് അങ്ങോട്ട് ഊതിക്കൊടുത്താൽ ഏത് പുകയണ കമ്പും വിറകും കത്തും. അതാണ് നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടത്. അപ്പൻ എന്തെങ്കിലും കുറവുണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും പോരായ്മയുണ്ട്, മക്കൾക്ക് തെറ്റുകുറ്റങ്ങളുണ്ടെന്നും പറഞ്ഞ് അവരെ മാറ്റി വയ്ക്കുകയല്ല വേണ്ടത്, അവരെ നെഞ്ചോട് ചേർക്കുക വേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കണം, എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം പോലെ ആക്കണം. ആരെയും കുറ്റപ്പെടുത്താതെ, ആരെയും മാറ്റി നിർത്താതെ, മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ, പ്രത്യേകിച്ച് ദൈവം തന്ന പ്രിയപ്പെട്ടവരുടെ പോരായ്മകൾ ക്ഷമിക്കാതെ അല്ലെങ്കിൽ വിലയിരുത്താതെ അവരെ നെഞ്ചോട് ചേർക്കാനുള്ള കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് നമ്മുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷം കൊണ്ടുവരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ അപ്പനായാലും നമ്മുടെ അമ്മയ്ക്കായാലും നമ്മുടെ മക്കൾക്കായാലും വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമല്ല, വലിയ ആഗ്രഹങ്ങളൊന്നുമല്ല. ഞാൻ ഇന്നിപ്പോൾ വൈകുന്നേരം ഒത്തിരി ദൂരം സഞ്ചരിച്ചാണ് ഇവിടം വരെ വന്നത്. ഇനി ഇവിടുന്ന് ഇത് കഴിയുമ്പോൾ തന്നെ അച്ഛൻ പോവും. അവിടെ ചെല്ലുമ്പോൾ ആകെ മനസ്സിലുള്ളൊരാഗ്രഹം, അവിടെ കഞ്ഞി വയ്ക്കണ ചേച്ചി ഇത്തിരി കഞ്ഞിയും ഒരു മുട്ട പൊരിച്ചത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു സന്തോഷമെന്നറിയാമോ? ഇത്തിരി ചൂടൻ കഞ്ഞിയും ഒരു മുട്ട പൊരിച്ചതും കിട്ടിയാൽ ഭയങ്കര ആനന്ദമാണ്. കോഴിയിറച്ചി വേണമെന്നോ പോത്തിറച്ചി വേണമെന്നോ മസാല ദോശ വേണമെന്നോ നെയ്റോസ് വേണമെന്നോ ഒന്നും ആഗ്രഹമില്ല. ഒരു തരി കഞ്ഞിയും ഒരു മുട്ട പൊരിച്ചതും കിട്ടിയാൽ മതി. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും ഇങ്ങനെയാണ്. ഒന്ന് പരിഗണിക്കുക. എത്ര നല്ല കറി വെച്ച് കൊടുത്താലും കുടുംബത്തിലുള്ളവരുടെ വായെന്ന് കുഴപ്പമില്ല എന്നൊരു വാക്കാണ് മാക്സിമം വരിക. നന്നായിട്ടുണ്ട് ട്ടമ്മേ എന്നൊരു ദുഷ്ടയും പറയൂല. നന്നായിട്ടുണ്ട് ട്ടമ്മേ എന്ന് പറയില്ല. തരക്കേടില്ല, കുഴപ്പമില്ല. ഒരു നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരപ്പനും മോനും കൂടി, അതും കൂടി പറഞ്ഞ അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. ഒരപ്പനും മോനും കൂടി ചാണം വിൽക്കാൻ പോവാണ്. ചാണം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കൗഡൻ. ഓക്കെ, ചാണം വിൽക്കാൻ പോവാ. ഈ അപ്പൻ്റെ പണി ഇതാണ്, ചാണകം വിൽക്കും. 3-4 പശു ഉണ്ട് വീട്ടിൽ. ഈ ചാണകം കൊണ്ട് അടുത്തുള്ള വീടുകളിലും അവിടെയൊക്കെ കൊടുക്കും ഈ അപ്പൻ. എന്നും ചാണം വിൽക്കാൻ പോകുമ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചനെ ഇയാൾ കൂടെ കൊണ്ടുപോകും. സൈക്കിളുമെയാണ് ചാണകം കൊണ്ടുപോണേ. സൈക്കിളിൻ്റെ പുറകിൽ അതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. 2 കൊട്ട ചാണാൻ പുറകിൽ കയറും. അപ്പൻ സൈക്കിൾ ഉന്തും, കൊച്ചൻ പിന്നാലെ അടക്കും. പോണ വഴിയിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടെന്നാണ് പറയണേ. ചെക്ക് പോസ്റ്റ് കണ്ടിട്ടില്ലേ? നമ്മൾ മൂന്നാറോ അല്ലെങ്കിൽ ഇങ്ങനെ കാട്ടിലേക്കൊക്കെ പോകുമ്പോൾ, അതിരപ്പള്ളിക്കൊക്കെ പോകുമ്പോൾ കാണാം ചെക്ക് പോസ്റ്റ് ഉണ്ട്. പോലീസുകാരുണ്ടാവും. അവർ നമ്മളോട് ചോദിക്കും എവിടെ പോണ്, എന്തൊക്കെയുണ്ട് കയ്യിൽ. അതിനുള്ള പോലീസുകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ അപ്പനും മോനും കൂടി ഇങ്ങനെ പോകുമ്പോൾ എല്ലാ ദിവസവും ചെക്ക് പോസ്റ്റിലെ പോലീസുകാർ ഈ അപ്പനെ തടുക്കും. എന്നിട്ട് പോലീസുകാർ ചോദിക്കും എവിടേക്കാണ് പോണത്? തൊട്ടപ്പുറത്തൊരു വീട് വരെ പോണേ. എന്താ പരിപാടി? സാറേ ചാണം വിൽക്കാൻ പോണതാ. എന്തൊക്കെയുണ്ട് കയ്യിൽ? പോലീസുകാർ ചോദിക്കും. എല്ലാ ദിവസവും അപ്പം പറയും സാറേ ഒന്നുമില്ല സാറേ, 2 കൊട്ട ചാണകമുണ്ട്, വേറെ ഒന്നുമില്ലേ, പിന്നെ ഈ കൊച്ചുണ്ട്, വേറെ ആരുമില്ല എൻ്റെ കൂടെ. ഓക്കെ പൊക്കോളാൻ പറയും. സ്ഥിരം പരിപാടിയാണ്. എല്ലാ ദിവസവും പോലീസുകാർ ചോദിക്കും എവിടേക്കാ പോണത്, അപ്പുറത്തേക്കാ പോണത്, എന്താ ഉള്ള കയ്യിൽ? അയാൾ പറയും 2 കൊട്ട ചാണകമുണ്ട്, പിന്നെ ഈ കൊച്ചുണ്ട്. ഒരു ദിവസം ചാണകമൊക്കെ കൊണ്ടുകൊടുത്ത് വൈകുന്നേരം കഞ്ഞി കുടിക്കാനിരിക്കുമ്പോൾ കൊച്ചൻ ചോദിച്ചു, അപ്പയുടെ മോനൊരു ഭയങ്കര സങ്കടം ഉണ്ടപ്പാ. ഇയാളുടെ കണ്ണ് തള്ളിപ്പോയി. അയാൾ പറഞ്ഞു മോനെന്തിനു സങ്കടം? അല്ല അപ്പാ, ഒരു കുഞ്ഞ് ആഗ്രഹം ഉണ്ടപ്പാ മനസ്സിൽ. മോന് ബിരിയാണി എങ്ങാനും വേണോ? ബിരിയാണി ഒന്നും വേണ്ട. കുഴിമന്തി വേണോ? കുഴിമന്തി ഒന്നും വേണ്ടപ്പാ. പിന്നെന്തിട്ട് വേണ്ട? ഐസ്ക്രീം വേണോ? ഫ്രൂട്ട് സാലഡ് വേണോ? മോൻ എന്താ വേണ്ടെന്ന് പറ, അപ്പ മേടിച്ചു തരാം. അപ്പാ ഒന്നും വേണ്ടപ്പാ. പിന്നെന്താ മോൻ്റെ സങ്കടം? കുറേ നാളായി അപ്പാ, എനിക്ക് ഭയങ്കര സങ്കടമാണ്. മോൻ പറ എന്താ മോൻ്റെ പ്രശ്നം? കൊച്ചൻ പറഞ്ഞ് അപ്പാ നമ്മൾ ചാണാൻ കൊണ്ടുപോവില്ലേ? ഉവാ. ആ പോലീസുകാർ അപ്പനെ തടുക്കൂല്ലേ? നമ്മളെ തടുക്കൂല്ലേ അപ്പാ? ഉവ്വ മോനെ, അത് അവരുടെ ഡ്യൂട്ടിയാണ്, അവർ ചെക്ക് ചെയ്തിട്ട് വിടുള്ളൂ. അവരെന്തിനാ എല്ലാ ദിവസവും ഇങ്ങനെ ചോദിക്കണത്?
അത് പോലീസുകാർ മാറി മാറി വരല്ലേ, നമ്മളെ പരിചയമില്ലല്ലോ. അപ്പം അവർ ചോദിക്കും, അവർ ചെക്ക് ചെയ്തിട്ട് നമ്മളെ കടത്തി വിടുള്ളൂ. അതിനുമ്പോൾ വിഷമിക്കണം എന്തിനാ? അതല്ലപ്പാ എൻ്റെ വിഷമം. പിന്നെന്താ? എല്ലാ ദിവസവും പോലീസുകാർ അപ്പനോട് ചോദിക്കും, അപ്പൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന്. അത് ചോദിക്കും അവരുടെ ഡ്യൂട്ടിയാണ് മോനെ. അതല്ലപ്പാ, അവർ ചോദിക്കുമ്പോൾ അപ്പം മറുപടി പറയും. മറുപടി പറയാണ്ട് അവർ വിടൂല്ല കൂട്ടാ. അതല്ലപ്പാ, അപ്പം പറയണം മറുപടി എനിക്ക് ഭയങ്കര സങ്കടം. അതിനെന്തിനമ്മ വിഷമിക്കണേ? അല്ലപ്പാ, അപ്പൻ എല്ലാ ദിവസവും എന്താ പറയണേന്നറിയോ? അപ്പം പറയും 2 കൊട്ട ചാണമുണ്ട്, പിന്നെ ഈ കൊച്ചുണ്ട് എന്നപ്പം പറയാറുണ്ട്. ഇത് പറയണം, അതിനുമ്മ വിഷമിക്കണം. എന്താ മോൻ്റെ പ്രശ്നം? ഒന്നുമില്ലപ്പാ, നാളെ പോലീസുകാർ അപ്പനോട് ചോദിക്കുമ്പോ അപ്പൻ ആദ്യം എൻ്റെ പേര് പറയണം. എല്ലാ ദിവസവും അപ്പം പറയും 2 കൊട്ട ചാണകമുണ്ട്, പിന്നെ ഈ കൊച്ചുണ്ട്. നാളെ പോലീസുകാർ ചോദിക്കുമ്പോൾ അപ്പം പറയണം ഈ കൊച്ചുണ്ട്, 2 കൊട്ട ചാണകമുണ്ട്. അപ്പാ, ചാണകത്തിനേക്കാൾ എനിക്ക് സ്റ്റാൻഡേർഡ് കുറവാണല്ലോ എന്നൊരു തോന്നലുണ്ടപ്പാ. കൊച്ചൻ്റെ സങ്കടം കണ്ട അത്രയേ ഉള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കണ പരിഗണന ഇതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ട സ്നേഹം ഇതാണ്. അവർക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. സ്കൂൾ വിട്ട് വരുമ്പോൾ അപ്പനോട് സ്നേഹത്തോടെ പെരുമാറുക, അമ്മയോട് സ്നേഹാന്വേഷണം നടത്തുക. ഒരു 10 മിനിറ്റെങ്കിലും അടുപ്പൊഴിഞ്ഞു വിട്ട കോഴിയുടെ പോലെ കാർന്നവന്മാരോട് ചേർന്നിരിക്കുക. അത് അവർക്ക് കൊടുക്കുന്ന ആനന്ദം നിസ്സാരമല്ല. മക്കള് പഠിച്ചു വരുമ്പോൾ അവർ 24 മണിക്കൂറും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ സ്നേഹത്തോടെ അവരോട് സംസാരിക്കുക. എറണാകുളത്തുള്ളൊരു കൊച്ചു എന്നോട് പറഞ്ഞതാ, സ്കൂൾ വിട്ട് വരുമ്പോൾ തുടങ്ങും വെച്ച അമ്മ, പഠിക്കുമോനെ പഠിക്കുമോളെ. ഇത് മാത്രമുള്ള അമ്മയ്ക്ക്. കാലത്ത് കണ്ണും തിരുമ്മി എഴുന്നേൽക്കുമ്പോൾ പല്ലേക്കണേക്ക് മുമ്പ് അമ്മ തുടങ്ങും, പഠിക്കുമോനെ പഠിക്കുമോളെ. എറണാകുളത്തുള്ള പെങ്കൊച്ചു പറഞ്ഞത്, അച്ഛാ ഇതൊന്ന് നിർത്തിയിട്ട് വേണം എനിക്ക് 2 അക്ഷരം പഠിക്കാൻ. അമ്മാതിരി പറച്ചിലാണ് അച്ഛാ. ഏതു നേരവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരാഗ്രഹിക്കുന്ന തരത്തിൽ അവരുടെ കൊച്ചു കൊച്ചു മോഹങ്ങളെ നിവർത്തിച്ചു കൊടുക്കാൻ നമ്മൾ ആവത് ചെയ്യണം. അതാണ് തിരുഹൃദയത്തിൻ്റെ ഭാവം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. നമുക്ക് എന്തൊക്കെ ബലഹീനതകളുണ്ടായിക്കോട്ടെ, എന്തൊക്കെ പോരായ്മകളുണ്ടായിക്കോട്ടെ, നമ്മുടെ ഈ ചെറുവിരലിൽ തൂങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന കുറേ പേര് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്. അവർക്ക് വേണ്ടി ഈ ചെറുവിരലിനെ നമ്മൾ ബലപ്പെടുത്തണം. ഈ വിരൽ നമുക്ക് വല്ലാത്തൊരു ശക്തി തരണ വിരളത് അല്ലേ? അപ്പൻ്റെ ഈ വിരലിനോളം നമ്മൾ സ്നേഹിച്ചിട്ടുള്ള ഒരവയവും ഇല്ല. അപ്പൻ്റെ ഈ വിരലിനോളം അത് വല്ലാത്തൊരു ബലമാണ്. ഈ ചെറുവിരലിൽ തൂങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. അവർക്ക് വേണ്ടി ഈ ചെറുവിരലിനെ ബലപ്പെടുത്തണം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിത പങ്കാളിയോട് നമ്മൾ ക്ഷമിക്കുന്നത് പോലെ ഈ ലോകത്തിൽ ആരും ക്ഷമിക്കില്ല. നമ്മുടെ മക്കളോട് നമ്മൾ ക്ഷമിക്കുന്നത് പോലെ ഈ ലോകത്ത് വേറെ ആരും ക്ഷമിക്കില്ല. നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ കരുണ കാണിക്കുന്നത് പോലെ, കൊച്ചു കൊച്ചു ത്യാഗം ചെയ്ത് അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഈ ലോകത്ത് ആരും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിലകൊള്ളില്ല. ഈശോയുടെ തിരുഹൃദയം നമ്മോട് പറയും, എന്നെപ്പോലെ ആവ്, എല്ലാവരെയും നെഞ്ചേറ്റാൻ ഹൃദയത്തെ തുറന്നു വയ്ക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഒരിത്തിരി ഇടമുണ്ടെന്ന് ബോധ്യം വരത്തക്കവണ്ണം കുറെ കൂടി നമ്മുടെ ഹൃദയങ്ങളെ ആർദ്രതയുള്ളതാക്കാം. ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം പോലെയാക്കണേ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ഒരു നിമിഷം എല്ലാ മക്കളും കണ്ണടക്കി നമ്മുടെ ഭവനത്തിലുള്ള ഈശോയുടെ തിരുഹൃദയ രൂപത്തെ ധ്യാനിക്കും. കർത്താവേ, എൻ്റെ ഹൃദയവും നിൻ്റെ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് എനിക്ക് പറഞ്ഞു തരണേ. എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം പോലെയുള്ളതാക്കി മാറ്റാൻ നീ എന്നെ സഹായിക്കണേ. നിൻ്റെ ഹൃദയത്തിൽ ഒളിച്ചിരിക്കാൻ, നിൻ്റെ ഹൃദയത്തിൻ്റെ കരുണ അനുഭവിക്കാൻ, നിൻ്റെ മുറിവുകളിൽ സുരക്ഷിതമായിരിക്കാൻ നീ എന്നും എന്നെ അനുവദിച്ചിട്ടുണ്ടല്ലോ. ആരെല്ലാം ഉപേക്ഷിച്ചാലും തള്ളിപ്പറഞ്ഞാലും എനിക്കെപ്പോഴും കയറിച്ചെല്ലാൻ ഇടമുള്ള ഒരു ഹൃദയമാണ് നിൻ്റെ ഹൃദയമെന്ന് നീ എന്നെ ഓർമ്മപ്പെടുത്തുന്നല്ലോ. നിനക്ക് കോടി കോടി നന്ദി തമ്പുരാനെ. നിൻ്റെ ഹൃദയത്തിൻ്റെ കരുണ അത്രമേൽ അനുഭവിക്കുന്ന ഞാൻ
നീ എനിക്ക് തന്ന പ്രിയപ്പെട്ടവരോട് കരുണാർദ്രമായി പെരുമാറുന്നവളുമാകാൻ നീ അനുഗ്രഹിക്കണേ. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആവതുപോലെ ഒതുങ്ങിക്കൊടുക്കാൻ, അവരുടെ ജീവിതയാത്ര ഏത് വിധത്തിലും സുഗമമാക്കാൻ എന്നെ സഹായിക്കണേ. എൻ്റെ പ്രിയപ്പെട്ടവരുടെ നിസ്സാര ആവശ്യങ്ങൾ പോലും സാധിക്കുന്നത് പോലെ നിറവേറ്റിക്കൊടുക്കുന്ന ഒരു വിശാല മനസ്സ് നീ എനിക്ക് തരണേ. കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി വിധി പറയാതെ, കുറ്റപ്പെടുത്താതെ, പോരായ്മകളിലും കുറവുകളിലും പ്രിയപ്പെട്ടവരുടെ കൈകളിൽ മുറുക്കി പിടിക്കാൻ നീ എന്നെ ശക്തിപ്പെടുത്തണേ. അവർണ്ണനീയമായ ദാനത്തെ പ്രതി കർത്താവേ, നിനക്ക് മഹത്വം. ആമേൻ.